സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനം. ആരോപണ വിധേയനായ MR അജിത് കുമാറിനെ DGP ആക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തെ മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി തന്നെ നേതാക്കൾ വിമർശിച്ചു. തിരുവനന്തപുരം നഗരസഭാ ഭരണം മെച്ചപ്പെട്ടില്ല എങ്കിൽ ഭരണത്തിൽ തിരിച്ചുവരാൻ കഴിയില്ല എന്നും വിലയിരുത്തലുണ്ട്. MV ഗോവിന്ദന്റെ ഭാഷാ പ്രയോഗങ്ങളെ പരിഹസിച്ചു വനിതാ പ്രതിനിധിയും രംഗത്ത് വന്നു. നമ്മുടെ നാട്ടിലെ ഏതൊരാളെയും നാടിൻ്റെ വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. മുഖ്യമന്ത്രി പറയുന്ന ഭരണത്തിന്റെ സ്വാദ് തിരുവനന്തപുരത്തെ പാർട്ടിക്ക് അത്രയധികം തോന്നുന്നില്ല. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി തന്നെയായിരുന്നു ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള അതിരൂക്ഷ വിമർശനം. MR അജിത് കുമാറിന് DGP-ആയി മന്ത്രിസഭ ചേർന്ന് സ്ഥാനക്കയറ്റം നൽകേണ്ടിയിരുന്നില്ല. കോടതി വ്യവഹാരത്തിലൂടെ അജിത് കുമാറിന് DGP ആകാൻ കഴിയുമെന്നിരിക്കെ സർക്കാർ പെട്ടെന്ന് തീരുമാനം എടുക്കണ്ടായിരുന്നുവെന്നാണ് വിമർശനം. പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്ന് സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനത്തെക്കുറിച്ചും രൂക്ഷ വിമർശനമുയർന്നു. അവാർഡുകൾ കൊണ്ട് കാര്യമില്ല എന്നും ജനങ്ങളുടെ പിന്തുണയാണ് ഭരണം നിലനിർത്താൻ വേണ്ടതെന്നും കുറ്റപ്പെടുത്തി. അതേസമയം മേയറെ മാധ്യമങ്ങളും പ്രതിപക്ഷവും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. ആദ്യം നടന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിലും ഇപ്പോൾ നടക്കുന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് സർക്കാർ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ്, തിരുത്തലുകളെക്കുറിച്ചാണ്. ഏതു തരത്തിൽ അതെല്ലാം ഉൾക്കൊള്ളുമെന്നാണ് കണ്ടറിയേണ്ടത്. വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമെന്നും വിമർശനമുണ്ട്. V ശിവൻകുട്ടി എന്ന ശക്തനായ മന്ത്രി ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാനാകുന്നില്ലെന്നും പ്രതിനിധികൾ പറഞ്ഞു. ചുമട്ട് തൊഴിലാളി നിയമത്തിൽ ഭേദഗതി വരുത്താനാകാത്ത തൊഴിലാളി സർക്കാരിന്റെ വീഴ്ചയെക്കുറിച്ചും വിമർശനമുയർന്നു. DYFI ചാരിറ്റി സംഘടനയായി മാറിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ കുറ്റപ്പെടുത്തൽ. തൊഴിലില്ലായ്മയ്ക്കെതിരെയുള്ള സമരങ്ങൾ ഏറ്റെടുക്കാനാകുന്നില്ല. സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണെന്നും സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. രണ്ടാം ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യം നഷ്ടമായെന്നും മധു മുല്ലശ്ശേരി BJP-യോട് അടുത്തത് മനസ്സിലാക്കിയവർ പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്തില്ലെന്നും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നാളെയാണ് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. വൈകിട്ട് ജില്ലാ സമ്മേളനത്തിന്റെ പൊതുയോഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.